ഇപ്പോൾ നമ്മളൊന്ന് വയനാട്ടിലേക്ക് പോവുകയാണ്. വയനാട് പുൽപ്പള്ളിയിൽ ആക്രമണം പതിവാക്കിയ കടുവയെ കണ്ടെത്താനാകാതെ വനംവകുപ്പ് അവിടെ ഇപ്പോൾ പ്രതിഷേധം നടക്കുകയാണ്. കടുവ അമരക്കുനിയിലെത്തി ആടിനെ ആക്രമിച്ചു കൊന്നത് വലിയ രീതിയിൽ ഇപ്പോൾ നാട്ടുകാരെ പ്രകോപിതരാക്കിയിട്ടുണ്ടോ ദീപക്? സുജ, അമരക്കുനിയിൽ ഒരാഴ്ചയോളമായി ഈ മേഖലയിൽ കടുവയിറങ്ങി വളർത്തുമൃഗങ്ങളെ പിടികൂടുന്നതോടൊപ്പം പ്രദേശവാസികളടക്കം വലിയ ആശങ്കയിലായിരുന്നു. ഇന്ന് രാവിലെയും ഈ പ്രദേശത്ത് ഊട്ടിക്കവല എന്ന് പറയുന്ന സ്ഥലത്തുള്ള ബിജു എന്ന ആളുടെ വീട്ടിലെത്തി കടുവ ആടിനെ ആക്രമിച്ചു കൊണ്ടിരുന്നു. രാവിലെ വനംവകുപ്പ് ജീവനക്കാർ സ്ഥലത്തെത്തിയിരുന്നു. പക്ഷേ വനംവകുപ്പിന്റെ വെറ്റിനറി സർജൻ ഇവിടെ ഉണ്ടായിരുന്നില്ല എന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. അവരുടെ ഭാഗത്തുനിന്ന് വലിയ ഒരു ആരോപണമുണ്ട്. രാത്രിയും പട്രോളിംഗ് ശക്തമാക്കും, കൂടുതൽ കൂടുകൾ സ്ഥാപിക്കുമെന്നൊക്കെ DFO നേരത്തെ അറിയിച്ചിരുന്നു. പക്ഷേ ഇന്ന് പുലർച്ചെ നേരിട്ട് കടുവയെ കാണുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ട് പോലും വനംവകുപ്പിന്റെ ഭാഗത്തു നിന്ന് കടുവയെ വെടിവെച്ച് മയക്കുവെടി വയ്ക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയില്ല എന്നുള്ള തോതിൽ വലിയ തോതിൽ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. ഇപ്പോൾ ഈ സംഘർഷം നടക്കുന്നത് ഇന്ന് രാവിലെ കടുവ ആടിനെ ആക്രമിച്ചു കൊന്ന ബിജുവിന്റെ വീടിന് മുറ്റത്താണ്. ഒരു കൂട്ടം ആളുകളെത്തി കടുവയെ എത്രയും വേഗം മയക്കുവെടി വെച്ച് പിടികൂടണം. 4 കൂടുകൾ ഈ മേഖലയിൽ സ്ഥാപിച്ചിട്ടുണ്ട്. ആ കൂട്ടിലേക്ക് കടുവയെ തെളിച്ചു കൊണ്ടുവന്ന് കൂട്ടിൽ കയറ്റാനുള്ള ശ്രമങ്ങളാണ് വനംവകുപ്പ് നടത്തുന്നതെങ്കിൽ അത് അനുവദിക്കില്ല എന്നുള്ള രീതിയിലുള്ള പരാമർശം ഒരു വിഭാഗം ആളുകളുടെ ഭാഗത്തു നിന്നുണ്ടായി. എന്നാൽ മറ്റൊരു വിഭാഗം ആളുകൾ പറയുന്നത് വനംവകുപ്പ് കാര്യക്ഷമമായി ഊർജിതമായി തന്നെ കടുവയ്ക്കുള്ള തിരച്ചിൽ നടത്തുന്നുണ്ട്, അവരത് ചെയ്യുവാൻ അനുവദിക്കണം എന്നുള്ള രീതിയിലുള്ള പരാമർശം ഒരു വിഭാഗം ആളുകൾ ഉന്നയിച്ചു. ഇതിനെതിരെയാണ് ഇപ്പോൾ വലിയ തോതിൽ ഒരു വാഗ്വാദത്തിലേക്ക് എത്തിയത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, പോലീസ് സംഘം അടക്കമുള്ളവർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ക്ഷമിക്കണം, പുൽപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള ആളുകൾ അടക്കം ഇവിടെ എത്തിച്ചേർന്ന് ഇവിടെ നിന്ന് ഈ ഒരു സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകാതെ ഇവിടെ നിന്ന് മാറ്റാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. വനംവകുപ്പ് ഇവിടെ കൃത്യമായി കാര്യങ്ങൾ, അതായത് ആളുകളെ ഇവിടെ നിന്ന് സുരക്ഷിതരാക്കി ജനവാസ മേഖലയിൽ ഇറങ്ങി കടുവയെ പിടിച്ചു മാറ്റാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ടെന്നാണ് ഒരു വിഭാഗം ആളുകൾ പറയുന്നത്. അതിനെതിരെ വലിയ തോതിലുള്ള പ്രതിഷേധമാണ് ഉയർന്നത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഈ വാഗ്വാദവും സംഘർഷത്തിനുമൊക്കെ അല്പമൊന്ന് അയവ് വന്നിട്ടുണ്ട്. പുൽപ്പള്ളിയിലെ കോൺഗ്രസ് പ്രവർത്തകർ അടക്കമുള്ള ആളുകൾ ഇങ്ങോട്ട് എത്തിച്ചേർന്നു. അതോടൊപ്പം ഈ പ്രദേശവാസികളുമുണ്ട്. പ്രദേശവാസികൾ നമ്മളിന്ന് രാവിലെ എത്തിയപ്പോൾ മുതൽ പറയുന്നതാണ്, വെളുപ്പിന് 2:30 കൂടിയാണ് ഈ ബിജുവിൻ്റെ വീടിൻ്റെ തൊഴുത്തിന് സമീപത്തേക്ക് കടുവ എത്തുകയും ആടിനെ പിടിച്ചു കൊണ്ടുപോവുകയും ചെയ്തു. ബിജുവിൻ്റെ അമ്മ അതിന് സാക്ഷിയാണ്. നമ്മൾ ബിജുവിൻ്റെ അമ്മയുടെ പ്രതികരണമൊക്കെ രാവിലെ എടുത്തതാണ്. ആ സമയത്ത് വനംവകുപ്പ് ജീവനക്കാരോട് എത്തുകയും ആടിനെ പിടികൂടാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്തു എന്നാണ് പറയുന്നത്. പക്ഷേ കടുവയെ ആ സമയത്ത് പിടികൂടാനുള്ള ശ്രമങ്ങൾ വനംവകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടായില്ല. ചീഫ് വെറ്ററിനറി സർജനോ അല്ലെങ്കിൽ ഈ കടുവയെ വെടിവെക്കാനുള്ള വെറ്ററിനറി സംഘം അടക്കമുള്ള സംഘത്തിലെ ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ള ഒരു ആരോപണം പ്രദേശവാസികളുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നപ്പോൾ പുൽപ്പള്ളി CI അടക്കമുള്ള ആളുകൾ ഇവിടെ എത്തി ഈ സംഘർഷാവസ്ഥ ഉണ്ടാകാതെ ആളുകളെ ഇവിടെ നിന്ന് മാറ്റാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. പുൽപ്പള്ളി CI ഉണ്ടൊപ്പം പുൽപ്പള്ളിയിൽ നിന്നുള്ള കോൺഗ്രസ് പ്രവർത്തകർ അടക്കമുള്ള ആളുകൾ ഇവിടെ എത്തിച്ചേർന്നത് അവരുമായി സംസാരിച്ച് ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറ്റാനുള്ള ശ്രമങ്ങളാണ് ഇവിടെ നടത്തുന്നത്. കടുവയെ എത്രയും വേഗം ഇപ്പോൾ പുൽപ്പള്ളി CIയുടെ പ്രതികരണത്തിലേക്ക് നമുക്ക് പോകാം. പറഞ്ഞോ, ഉന്നത അധികാരിയോട് ഈ വിഷയം പറഞ്ഞു. ജനങ്ങൾ പറയുന്നതൊന്ന് കേൾക്കാനാണ് DFOയോട് ഇപ്പോൾ നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. എന്താണ് കാര്യങ്ങളെന്ന് അന്വേഷിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഞങ്ങൾ വേറൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കിയിട്ടില്ല. ബുദ്ധിമുട്ടുണ്ടാക്കിയത് ഞങ്ങൾ പറഞ്ഞില്ല. അത് മാത്രമല്ല ഞങ്ങൾക്ക് ഇതിന് പൈസ വീട്ടിൽ കൊടുത്തു.